കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ അമേരിക്കയിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ബിസിനസ് നേതാക്കന്മാർ, ബിസിനസ് ലീഡേഴ്സ്, രാഷ്ട്ര നേതാക്കളെല്ലാം ആം, നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നതിന് വേണ്ടി അമേരിക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ പ്രമുഖരായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നവരാണ് മാർക്ക് സക്കർബർഗ്, ഫേസ്ബുക്ക് മെറ്റ സിഇഒ. പിന്നെ ഇന്ന് വന്നിരിക്കുന്ന വ്യക്തിയാണ് ജസ്റ്റിൻ ട്രൂഡോ, കാനഡയുടെ പ്രസിഡന്റ്. ഇവരുടെ സന്ദർശനം, ഇവർ വന്നിരുന്നത് മുൻകാലങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് താമസിച്ചിരുന്നത് ന്യൂയോർക്ക് സിറ്റിയിൽ മൻഹാട്ടനിലെ ഫിഫ്ത്ത് അവന്യൂ. അതൊരു ഫാഷനൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ്. വളരെ വലിയ ഫാഷൻ, ആഡംബര വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു സ്ട്രീറ്റാണ് ഫിഫ്ത്ത് അവന്യൂ. അപ്പോൾ ആ ഒരു ട്രംപ് ടവറിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയതിനു ശേഷം അവിടെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടാണോ എന്നറിയില്ല, അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് പാം ബീച്ച്, ഫ്ലോറിഡയിൽ പാം ബീച്ചിലുള്ള മാറാ ലാഗോ ക്ലബിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ ഒരു റിസോർട്ട് പോലെയുള്ള ഒരു വസതിയുണ്ട് അദ്ദേഹത്തിന്. അവിടെയാണ് ആളിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഈ മാർക്ക് ഷുക്കർബർഗ് വന്നതിന് കാരണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കും മറ്റ് ബിസിനസ്സുകളും ഇരിക്കുന്നത് കാലിഫോർണിയയിലാണ്, സിലിക്കൺ വാലിയിലാണ്. ഈ തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയുമായിട്ടാണ് ഇവിടെയുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, മുമ്പുണ്ടായിരുന്ന ട്വിറ്റർ, എക്സ് ആണ് ഇപ്പോൾ. എക്സ് എലോൺ മസ്ക് വാങ്ങിയതിന് ശേഷം അതിൻ്റെ നിലപാടുകളെക്കുറിച്ച് മാറ്റമുണ്ടായി. അവർ ട്രംപ് പക്ഷത്തേക്ക് മാറി എന്ന് വേണം കരുതാനായിട്ട്. കഴിഞ്ഞ തവണ പ്രശ്നങ്ങൾ ഉദിച്ചു വന്നപ്പോൾ ട്രംപിനെ ഈ വിലക്കുന്ന രീതിയിൽ ഈ ട്വിറ്ററിലും ഫേസ്ബുക്കിലും എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്വേഷ പ്രസംഗമാണെന്നും പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ മാർക്ക് സുക്കർബർഗിന് ഒരു ഭയം പോലെ തോന്നുകയും, കാരണം ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരികയോ, പിന്നെ അതോടൊപ്പം തന്നെ വാട്സാപ്പിനും ഇൻസ്റ്റാഗ്രാമിനും, ഇത് രണ്ടിനും എന്തെങ്കിലുമൊക്കെ നിബന്ധനകൾ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് വാഷിങ്ടൺ DC നിന്നും അറിയാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ പല കമ്പനികളും വലിയൊരു ഗവൺമെന്റുകളെ നിയന്ത്രിക്കാൻ തന്നെയുള്ള രീതിയിലേക്ക് അവർ വളരും എന്നുള്ളത് കൊണ്ട് അത്രയും വലിയൊരു പ്രസ്ഥാനം, കാരണം ഫേസ്ബുക്ക് മെറ്റ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പും പ്രവർത്തിക്കുന്നത്. അപ്പം ഇത്രയും വലിയൊരു പ്രസ്ഥാനം കൊണ്ട് ഒരു അധികാര കേന്ദ്രമായിട്ട് മാർക്ക് സുക്കർബർഗ് മാറുന്ന അവസ്ഥയിൽ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ളൊരു ഇത് മത്സരം വേണം. ഏതൊരു ബിസിനസ്സിനും മത്സരമില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഫേസ്ബുക്കിനുള്ളത്. അപ്പോൾ ട്രംപ് അതിന് വേണ്ടിയിട്ട്, കാരണം അദ്ദേഹത്തിന് വിലക്കിയിരിക്കുന്ന ഒരു നടപടിയും കൂടി ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ എന്തെങ്കിലും തീരുമാനങ്ങൾ അത്തരത്തിലുണ്ടാകുമോ എന്ന ഭയം മൂലമാണ് മാർക്ക് സക്കർബർഗ് അദ്ദേഹത്തെ കാണാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. എന്നാൽ മറ്റൊരു തീരുമാനം ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അത് കാനഡയും വടക്കേ അയൽക്കാരനായ കാനഡയും തെക്ക് നെയ്ബറായ മെക്സിക്കോയ്ക്കുമെതിരെ 25% ടാക്സാണ്, താരിഫാണ് ഇദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതേ താരിഫ് നിയമങ്ങളും ആണ് ചൈനയ്ക്കെതിരെയും ഇദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവന ജസ്റ്റിൻ ട്രൂഡോ എന്ന കനേഡിയൻ പ്രസിഡന്റിനെ ഭയപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്താണ് പത്രക്കാർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് പോകുന്നത് ഫ്ലോറിഡയിൽ മാറാലാഗോയ്ക്കാണ് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കി പത്രക്കാർ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 25% താരിഫ് എന്ന് പറയുമ്പോൾ, ഇത് കാനഡ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ 80% ക്രൂഡ് ഓയിൽ, എണ്ണ, 40% പ്രകൃതിവാതകങ്ങളും ഇതിൻ്റെ ഉപഭോക്താവ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. അവിടെ എന്തെങ്കിലും കോട്ടം സംഭവിക്കുക, 25% താരിഫ് വരുന്നതോടുകൂടി ജസ്റ്റിൻ ട്രൂഡോ എന്ന ആ ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ കാര്യം കട്ടപ്പുകയാകുന്ന ഒരു ഇതാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ 2016 മുതൽ 2020 വരെ ട്രംപ് അധികാരത്തിൽ ഇരുന്നിരുന്ന കാലഘട്ടത്തിൽ ഇവരുമായിട്ട്, കാരണം ജസ്റ്റിൻ ട്രൂഡോ ഒരു തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ആ ഇടതുപക്ഷ ചിന്താഗതി വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്. ഇപ്പോൾ ഖാലിസ്ഥാൻ പോലെയുള്ള മൂവ്മെന്റിന് പ്രചോദനം നൽകുക, അതല്ലെങ്കിൽ LTTE പ്രചോദിപ്പിക്കുക, എവിടേക്ക് അങ്ങനെ തീവ്രമായിട്ട് നിലപാടുകളുള്ള വ്യക്തികളുണ്ട്, അവർക്കൊക്കെ പ്രചോദനം നൽകുന്ന ഒരു ശക്തിയാണ് ജസ്റ്റിൻ ട്രൂഡോ. അത് ട്രംപിനും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഈ അവസരത്തിൽ
നമ്മൾ ഓർക്കണം ഒരു ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ തവണ ട്രംപ് അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ജസ്റ്റിൻ ട്രൂഡോ, പിന്നെ ആഞ്ചല മെർക്കൽ ജർമ്മനിയുടെ ചാൻസലർ, ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ, പിന്നെ ഷിൻസെ ആബെ അദ്ദേഹം കൊല്ലപ്പെട്ടു, ജപ്പാൻ പ്രൈം മിനിസ്റ്റർ. ഇവരെല്ലാവരും കൂടി ട്രംപിനെ ഒരു ബുള്ളി ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരുന്നു. കാരണം ട്രംപിന്റെ ചിന്താഗതി വേറെയാണ്. ഇവരുമായിട്ട് ചേർന്ന് പോകുന്ന തീവ്ര ഇടത് ചിന്താഗതിയോ അതല്ലെങ്കിൽ ഇവരുടെ നിലപാടുകൾക്ക്, ഇപ്പൊ യൂറോപ്യൻ യൂണിയനിലെ ജർമ്മനിയും ഫ്രാൻസ് ആണെങ്കിൽ അവർ നാറ്റോയും ബന്ധപ്പെട്ട് അവർ നൽകുന്ന പണത്തിനെ കുറിച്ചും വിഹിതത്തെക്കുറിച്ചുള്ള കുഴപ്പങ്ങൾ, ജപ്പാനുമായിട്ട് അവരുടെ കാർ മാനുഫാക്ചറിങ്ങും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായിട്ടുള്ള വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ വരുമ്പോൾ ജസ്റ്റിൻ ട്രുഡോവ് വീണ്ടും ഒരു കെണിയിൽപ്പെട്ട പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ്, കാരണം ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലിബറൽ പാർട്ടി നേതാവായ ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ കാനഡയിൽ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു 25% താരിഫുമായിട്ട് ട്രംപ് വന്നാൽ അത് കാനഡയെ വളരെ ദോഷമായിട്ട് ബാധിക്കും. ഒപ്പം തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന വേറെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ മൈഗ്രേഷൻ, ഈ ഇവിടെ നിന്നും മെക്സിക്കോ ബോർഡറിൽ നിന്നൊക്കെ വരുന്നതും പിന്നെ കുറച്ച് കാനഡ വടക്ക് നിന്നും വരുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസിനെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തേണ്ട ആവശ്യകത ഈ രാജ്യങ്ങൾക്ക് ഉണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഒപ്പം തന്നെ ചൈനയുമായിട്ടുള്ള ബന്ധത്തിലും ഈ ജോലികൾ, ഇവിടെ അമേരിക്കൻ ജോബ്സ് ഓവർസീസ് പോകുന്നതിനെ കുറിച്ചൊക്കെ ഈ കാനഡയും മെക്സിക്കോ ആയിട്ട് അദ്ദേഹത്തിന് നിലപാടുകളിൽ അഭിപ്രായ വ്യത്യാസം മുമ്പുമുണ്ട്. ഇത്തവണ അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് 25% ടാരിഫ് വരുമെന്ന്. അത് ഈ നേതാക്കന്മാരെ വളരെയധികം ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഭീഷണിപ്പെടുത്തല്ല, ഭയപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം അത് ഈ രാജ്യങ്ങളെ വളരെ ദ്രോഹം ചെയ്യും. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നാഫ്റ്റ, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അത് മാറ്റി USMCA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ ട്രേഡ് എഗ്രിമെന്റ് ആക്കി മാറ്റി. കാനഡ ഈ നോർത്തേൺ അമേരിക്കയിലെ ട്രേഡിങ്ങിനെ USMCA എന്ന പേരിലാണ് ഇപ്പം അറിയപ്പെടുന്നത്. അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനൊക്കെ കുറിച്ചും അമേരിക്കയ്ക്ക് ഗുണകരമായ രീതിയിൽ അത് നിർവചിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഇപ്പൊ മാറാലാഗോയില് എല്ലാവരും ട്രംപിന്റെ ഒരു അനുഗ്രഹത്തിനും വേണ്ടിയും ട്രംപ് തെറ്റായ നിലപാടുകൾ എടുക്കാതിരിക്കുന്നതിനും വേണ്ടി മുൻകൂട്ടി തന്നെ മാറാലാഗോയില് അദ്ദേഹം ജനുവരി 20 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ കാല് പിടിക്കാനായിട്ട് ജസ്റ്റിൻ ട്രൂഡോ വന്നിരിക്കുന്നു, മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്കിന്റെ വന്നിരിക്കുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ ആരൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. അപ്പൊ ട്രംപ് ജനുവരി 20 പരമാധികാരത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ഇനി മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണാം.